അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ ആദരണീയരായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന നേതൃത്വങ്ങൾ, മറ്റു സംഘടനാ നേതൃത്വങ്ങൾ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, വിശുദ്ധ കഅബയുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ മർദ്ദിതരായ ജനങ്ങൾ, അനുയായികൾ പ്രവാചകൻ്റെ അടുക്കൽ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നാണ്. അലാ തദഊ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അവരോട് പറയുന്നത് മുൻഗാമികളുടെ കുറിച്ചുള്ള ചരിത്രമാണ്. ആ ചരിത്രം പറഞ്ഞുകൊണ്ട് അവരോട് സൂചിപ്പിച്ചത് അന്തും തസ്തഅ്ജിലൂൻ, നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. നമ്മൾ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവർ, വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ. നമ്മൾ മുമ്പേ സഞ്ചരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ വരും. ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. എന്നിട്ട് മുൻഗാമികളുടെ ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം വർത്തമാന ചരിത്രവും പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇന്ന് നടക്കുന്ന ഒരു മഹാചരിതം അവർക്ക് പറഞ്ഞു കൊടുക്കാം. ചരിത്രങ്ങളുടെ ആവർത്തനത്തിൻ്റെ ഭൂമിയായി ഫലസ്തീൻ നമ്മുടെ മുമ്പിലുണ്ട്. ത്യാഗങ്ങളുടെ പ്രതീകമായി ഫലസ്തീനുണ്ട്. പ്രതീക്ഷകളുടെ പ്രതീകമായി ഫലസ്തീനുണ്ട്. അങ്ങനെ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേക്ക് സഞ്ചരിക്കാതെ ഇപ്പോൾ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ചരിത്രം, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ആവർത്തനം, വർത്തമാന കാലഘട്ടങ്ങളിലെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ, അതാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും അവിടെയാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ, നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രം ആയി ഫലസ്തീൻ മാറി. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും. അവിടെ നിന്നാണ് സമരങ്ങളുടെ തീക്കനലുകൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിടമാണത്. ആത്മീയത, ഭൗതികത എത്ര ശക്തിപ്പെട്ടാലും ആത്മീയതയുടെ പ്രകാശം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണത്. ആ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ജനത അവർ വിജയിച്ചു കൊണ്ടേയിരിക്കും, അവർ മുമ്പോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ ശത്രുക്കളുടെ മേൽ അവർ വിജയം വരിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരാ മാർഗത്തിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അവർ എവിടെയാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അഖ്നാഫ് ബൈത്തുൽ മഖ്ദിസിൻ്റെ ചാരയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സമരങ്ങൾ നിലനിൽക്കുന്ന ഒരിടമായി അത് മാറും. അവിടെ നിന്നായിരിക്കും സമരങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ രക്തസാക്ഷിത്വങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഞാൻ ദീർഘിച്ച് സൂചിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ യംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലു, നിങ്ങൾക്കൊരു വിഷമം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ പരിക്കുകൾ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഈ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ഈ ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു പറയുകയാണ്.
വലിയഅലമല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അള്ളാഹുവിനറിയണം. വയത്തഹിദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ അള്ളാഹുവിനെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ രക്തസാക്ഷികളുടെ ഇടം എന്നത് വിജയങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. രക്തസാക്ഷിത്വം കൊതിക്കുന്നവർ എന്നത് മാറ്റത്തിൻ്റെ അടിത്തറയുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇടം, അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി, പുതിയ കാലഘട്ടത്തിൻ്റെ സമരങ്ങളുടെ തീജ്വാലകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരിടമായി ഫലസ്തീനിനെ നമുക്ക് കാണാം എന്നതാണ് അതിൻ്റെ ഒരു മറുവശം. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നത് അതാണ്. ലിയുഹിക്കൽ ഹഖ വയുബ്തിലൽ ബാത്തില വലൗ കരിഹൽ മുജ്രിമൂൻ. സത്യം സത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകടമാകണം, അസത്യം അസത്യമായി വ്യക്തമാകണം. അക്രമകാരികൾ എത്ര അരോചകമായിരുന്നാലും. വിശുദ്ധ ഖുർആൻ്റെ ഈ സൂക്തത്തെ നമ്മളൊന്ന് ശ്രദ്ധേയമായി പഠിക്കേണ്ടതാണ്. അസത്യം കൃത്യമായി അസത്യമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടണം. അവരുടെ ക്രൂരതകൾ, അവരുടെ തിന്മകൾ, അവരുടെ ആക്രമണ സ്വഭാവങ്ങൾ അതെത്രത്തോളം അവർ ശക്തിപ്പെടുത്തുന്നുവോ അത് മുഴുവൻ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകടമാകുകയും ഇനി ഇവിടെ വേണ്ടത് സത്യമാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു നാളിൽ ഒരു മഹാമാറ്റത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ ഒരു കൃത്യമായ ഇടം ഇവിടെ ഒരുക്കപ്പെടുമെന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. സൂറത്തു സഫിൽ അള്ളാഹു പറയുന്നതും അത് തന്നെയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവർ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു, അള്ളാഹ് ഈ പ്രകാശത്തെ ഇവിടെ പൂർത്തീകരിക്കും. ആ പ്രതീക്ഷകളാണ് വിശുദ്ധ ഖുർആനിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ജയപരാജയങ്ങളുടെ മാറ്റങ്ങൾ. ആ വിജയത്തിലേക്കുള്ള ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നമുക്കവിടെ കണ്ടെത്താൻ പറ്റുന്നത്. ഫലസ്തീൻ ഇസ്ലാമിൻ്റെ മണ്ണാണ്. അവിടെയാണ് ഈ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിഭവങ്ങൾ തടയപ്പെടുമ്പോൾ, ലോകത്തിൽ അവർക്ക് വേണ്ടി വരുന്ന സഹായങ്ങൾ മൊത്തം തടയപ്പെടുമ്പോൾ, നമ്മൾ പ്രാർത്ഥനകൾ, തടയപ്പെടാത്ത പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു. ആ പ്രാർത്ഥനകൾ കൊടുക്കാൻ, ആകാശലോകങ്ങളിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥന ഒരു കരുത്താണ്, ലോകത്തിൻ്റെ ആത്മീയതയുടെ ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി ആത്മാർത്ഥമായി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. തടയപ്പെട്ട കൈകളാണ് നമ്മൾ. ആകാശങ്ങളിലേക്കത് തടയപ്പെട്ടിട്ടില്ല. കൈ ഉയർത്തി നാഥനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ഒരു വിജയത്തെ നമുക്ക് സ്വപ്നം കാണാം. ഫലസ്തീനിൻ്റെ ഒരു വിമോചനത്തെ സ്വപ്നം കാണാം. അക്സയുടെ മണ്ണിൽ വീണ്ടും ഒലിവു മരങ്ങൾ ശാന്തമായി, ശാന്തസുന്ദരമായി അവിടെ വളരുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തീർച്ചയായും അത് കാണാൻ സർവശക്തനായ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ്റെ മണ്ണിൽ അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ആ ജനതയ്ക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചതമ്പുരാനെ, ആ സമൂഹം ഈ പോരാട്ടത്തിൻ്റെ മുന്നണിയിലാണ് റബ്ബെ. ഞങ്ങൾ എത്രയോ പിന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുന്നിൽ അവർ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവെ, അവരെ നീ വിജയിപ്പിക്കണം റബ്ബെ. അവരെങ്ങാൻ പരാജയപ്പെട്ടു പോയാൽ പടച്ചവന് അന്ന് ബദറിൻ്റെ തലേനാളത്തെ പ്രവാചകൻ്റെ പ്രാർത്ഥന പോലെ പിന്നെ ഈ മണ്ണിൽ പോരാടാൻ ആരാണ് റബ്ബെ ഉള്ളത്? അതുകൊണ്ട് അവർക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. അവരുടെ ഈ പരീക്ഷണങ്ങൾ പടച്ചവനെ അത് അതിജയിച്ച് ഒരു നല്ല ഒരു പ്രഭാതത്തെ കാണാൻ സർവശക്തനായ റബ്ബെ അവർക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.